ഇതാണ് രാമൻ ചേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി എന്ന് കരുതിയാണ് അജ്ഞാത മൃതശരീരം എന്നുള്ള തരത്തിൽ കണ്ടെത്തിയ ഒരു മൃതശരീരം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സംസ്കരിച്ചത്. ഏറ്റവും ഒടുവിൽ ഒരാഴ്ച കൂടി പിന്നിട്ട ഘട്ടത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ രാമൻ ചേട്ടനെ കോന്നി വനമേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് ഇവരുടെ ഒരു ബന്ധു കണ്ടെത്തിയത്. എന്തായാലും നഷ്ടപ്പെട്ടുവെന്നു കരുതിയിരുന്ന ഒരാൾ തിരിച്ചെത്തിയതിൻ്റെ വലിയ സന്തോഷം ബന്ധുക്കൾക്കുണ്ട്. എന്നാൽ കുഞ്ഞുനാൾ തൊട്ട് ഇതേവരെ വളർത്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ എല്ലാവർക്കും ഉള്ള മക്കളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആ വിഷമമുണ്ട്. ഞങ്ങൾക്കും അതേ വിഷമമുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അതിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് മൃതശരീരം കണ്ടപ്പോൾ അച്ഛനാണെന്ന് തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? അച്ഛന് അതേ താടിയും അതേ അച്ഛനുള്ള കഷണ്ടി, ഉച്ചയിലുള്ള കഷണ്ടിയും ഫ്രണ്ടിലുള്ള കഷണ്ടിയും അതെല്ലാം സാമ്യമായിരുന്നു. പിന്നെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് മൊത്തം ഉറുമ്പരിച്ച അവസ്ഥയിലായിരുന്നു. കൂനിന് ഉറുമ്പെന്ന് പറഞ്ഞാൽ ഈ പാമ്പാക്കാട്ടിലൊരു പ്രത്യേക ഉറുമ്പാണ്. ഇത് ചോരമയം കണ്ട അപ്പോഴേ കയറി അരിക്കും. അരിച്ചു കഴിയുമ്പോൾ എത്ര കറുത്തവരായാലും വെളുത്തവരായാലും ഒരേ അവസ്ഥയിലായിരിക്കും. മുഖം പെട്ടെന്ന് നമ്മൾ നോക്കുന്ന ഞങ്ങളുടെ അച്ഛൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എത്ര ദിവസത്തിന് ശേഷമാണ് ഇന്നലെ രാമചേട്ടനെ നമ്മൾ കണ്ടെത്തുന്നത്? ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ട് പോകുന്ന ആളാണ്. അതെ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ 7 മക്കളുണ്ട്. 7 മക്കളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. പോലീസും കുരുങ്ങിയ ഒരു അവസ്ഥയിലാണുള്ളത്. മൃതശരീരം പുറത്തെടുത്ത് RDOയുടെ സാന്നിധ്യത്തിൽ ഇനി ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ആളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായ ശാസ്ത്രീയ പരിശോധനയ്ക്കായി DNA സാമ്പിളുകൾ ശേഖരിക്കണം. അതിനുശേഷം ആളെ കണ്ടെത്താൻ വേണ്ടി ചിത്രങ്ങൾ സഹിതം മാധ്യമങ്ങളിൽ പരസ്യം കൂടി നൽകാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് നിലയ്ക്കൽ പോലീസ്. മഞ്ഞത്തോട് ആദിവാസി ഊരിൽ നിന്നും സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.